വിവാദങ്ങൾ സൃഷ്ടിച്ച ബിഗ് ബോസ് സീസൺ 6 പൂർത്തിയായിരിക്കുകയാണ്. വിജയിയായ ജിൻഡോ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. അവരെ സ്വീകരിക്കുന്നതിനായി വലിയ ജനാവലിയാണ് ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ സീസൺ 6 ആദ്യം തന്നെ വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. മത്സരാർത്ഥികൾക്കിടയിലുണ്ടായ ഒരു സംഘർഷമാണ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത്. റോക്കി എന്ന കണ്ടസ്റ്റന്റ് സിജോയെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യം ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറിലുമൊക്കെ സംപ്രേഷണം ചെയ്തു. ഇത് വയലേഷൻ കണ്ടന്റ് ആണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതി അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേ തുടർന്നാണ് വലിയ ചർച്ചയായത്. ഇപ്പോൾ ഈ മർദ്ദനമേറ്റ നല്ല മുഖത്തിന് പരിക്കേറ്റ സിജോ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഹെൽത്ത് കണ്ടീഷൻ എനിക്ക് ഓഗസ്റ്റ് 5 ഒരു ചെറിയൊരു ഓപ്പറേഷൻ കൂടെ ഉണ്ട്. അതിന് ഞാൻ വീണ്ടും എനിക്ക് തിരിച്ചങ്ങോട്ടൊന്ന് പോകണം. എൻ്റെ പ്ലേറ്റ് ഇൻഫെക്റ്റഡ് ആവാതെ ആ സമയം വരെ എനിക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും കൊതി കൊണ്ട് പൊറോട്ട കഴിച്ചു. അപ്പോൾ പിന്നെയും പസ്സും പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓഗസ്റ്റ് 5 മുന്നേ പിന്നെ തിരിച്ചൊന്നുകൂടെ പോകും. അങ്ങനെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് അത് കാണുന്നത് ആ മർദ്ദനം? അല്ല, ആ മർദ്ദനം അവിടെ ഞാൻ ഒപ്പം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പരാതിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് പ്ലാറ്റ്ഫോമിലോടുള്ള എൻ്റെ റെസ്പെക്റ്റാണ് പരാതിയില്ല എന്ന് പറയുന്നത്. ഒരിക്കലും ആ പ്ലാറ്റ്ഫോമിൽ നിന്നല്ല ഇവിടെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആരും ചെയ്യാനും പാടില്ല. അത് റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. അത് അന്നുണ്ടായതും വലിയൊരു മോശം പ്രവൃത്തി തന്നെയാണെന്ന് ഇപ്പോഴും ഞാൻ പറയും. ആ പ്രവൃത്തി മോശമാണ്. പിന്നെ എനിക്ക് പരാതിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ചെയ്ത പ്രവൃത്തി ആ പ്രവൃത്തി നല്ലതാണെന്നോ അല്ലെങ്കിൽ ആ പ്രവൃത്തി ക്ഷമിച്ചു കൊടുക്കേണ്ടതാണെന്നോ ഒന്നുമില്ല. ഇപ്പം ഞാനായതുകൊണ്ടായിരിക്കാം, മേ ബി എനിക്ക് വേറെ ആൾക്കാരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി പറയാനായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി പറയുക, മാറ്റി പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു എത്തിക്സിന് എതിരാണ്. പക്ഷേ ചിലപ്പോൾ എനിക്കത് മാറ്റി ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ ഞാൻ മാറ്റി ചിന്തിക്കുമായിരിക്കാം. എനിക്ക് നേരെ സംഭവിച്ചത് തെറ്റ് തന്നെയെന്നാണ് സിജോ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല. കാരണം ഹൈക്കോടതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലനിൽക്കുകയാണ്. ആ കേസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിനും പഠിച്ചതിനും ശേഷം മാത്രമേ തനിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനാവൂ എന്നാണ് സിജോ മറുപടി നൽകിയിരിക്കുന്നത്. ക്യാമറാമാൻ വിവേക് ജീവിനത്തിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV, കൊച്ചി.